എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞത് മലബന്ധത്തിൻ്റെ കാര്യമാണ്. മലബന്ധം എന്ന് പറഞ്ഞത് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? മലബന്ധം എന്ന് പറഞ്ഞ അസുഖം നമ്മൾ അലോപ്പതി മരുന്ന് കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വയറിളക്കുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ മലബന്ധം വരുത്തുകയാണ് ചെയ്യുക. നമ്മൾ ഈ 5-6 ദിവസം 5-8 ദിവസമൊക്കെ ടോയ്ലറ്റ് പോവാത്ത ആൾക്കാർ അവർ ഈ മരുന്ന് മേടിച്ച് കഴിച്ചിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്, ലൂസ് മോഷനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചിട്ട്, വയറിളക്കുള്ള മരുന്ന് മേടിച്ച് കഴിച്ച് ആദ്യമൊക്കെ പോവും, പിന്നെ ലാസ്റ്റിലേക്ക് അത് കുറവായിട്ടും മാറും. അപ്പം നമ്മുടെ ഭാരത സംസ്കാരത്തിലെ പ്രകൃതി ചികിത്സാപരമായിട്ടുള്ള ഇനിമ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷങ്ങളും ഇല്ല. പിന്നെ ഇനി അടുത്തത് പറയണോ ഉപവാസത്തിനെ പറ്റിയിട്ടാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉദാഹരണം പറയണമെങ്കിൽ, നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലുള്ള നായ, പൂച്ചയൊക്കെ, ഈ പൂച്ച ഭക്ഷണം കഴിച്ചിട്ട് കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വയറ്റിൽ ദഹിക്കാതെ കിടന്നു കഴിഞ്ഞാൽ അവർ ഈ പുല്ലൊക്കെ കടിച്ച് തിന്നിട്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും നമ്മൾ. അത് അവർക്കത് ആരും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അത് അവർക്ക് ദൈവം കൊടുത്തുള്ള കഴിവാണ്. ആ കഴിവ് നമുക്കുണ്ട്. നമ്മുടെ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക്, അല്ലെങ്കിൽ 1 വയസ്സായ കുട്ടിക്ക് നമുക്ക് വായയിൽ ഭക്ഷണം വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. അത് കറക്റ്റായിട്ട് ദഹിക്കുന്നതോ ഇതൊന്നും നമ്മുടെ കഴിവല്ല, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ കഴിവാണ്. അപ്പോൾ അതിനെ പറ്റി വീണ്ടും വേറെ വീഡിയോ ഇടാം. അപ്പോൾ ഉപവാസത്തിനെ പറ്റി പറയുകയാണെന്നുവെച്ചെങ്കിൽ, ഒന്ന് പൂച്ചയുടെ കാര്യം പറഞ്ഞു. നായ്ക്കൾ ചില സമയത്ത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ അവർ ചങ്ങലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൂട്ടിയിട്ടൊക്കെ ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ചില സമയത്ത് അവർ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ അവർക്കറിയാം ഇപ്പം എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും, ഇപ്പം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇന്ന് മനുഷ്യനോ, നമ്മൾ 3 നേരത്തിന് 6 നേരം 8 നേരമൊക്കെ ഭക്ഷണം കഴിക്കണം. 1 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾ ഭോഗി, 3 നേരം അതിൽ കൂടുതലോ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അന്ന് കാലത്ത് പറഞ്ഞിട്ടുള്ള രോഗി എന്നാണ്. അതിലും കൂടുതൽ 3 നേരത്തിനായിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അന്ന് ഉണ്ടായിരുന്നില്ല, അതിനെ പറ്റി പറയുന്നില്ല. അപ്പോൾ ആദ്യം ഭക്ഷണം 1 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾ ഭോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾ രോഗി. അപ്പോൾ ഉപവാസത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു, പൂച്ചയുടെയും നായയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഉപവാസം എടുക്കുന്ന സമയത്ത് ഉപവാസത്തിനെ പറ്റി നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഈ മുസ്ലിം അവരുടെ ഉപവാസം ഭയങ്കര പ്രത്യേകതയാണല്ലോ, എല്ലാവർക്കും അറിയാതെ. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ അവർ ഭക്ഷണം കഴിക്കില്ല, ഉമിനീര് പോലും ഇറക്കില്ല എന്നൊക്കെയാണ് പറയുക. അതെന്താവട്ടെ. അപ്പോൾ അവരാ ഉപവാസത്തിൽ യാതൊരു ഗുണവുമില്ല, വിത്ത് ദോഷമാണ് ഉണ്ടാവുന്നത്. കാരണം ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പ്രകൃതി ചികിത്സ, നമ്മുടെ ഭാരത സംസ്കാരത്തിൽ ഉപവാസം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഉപവാസം നിർത്തുമ്പോൾ ആദ്യം 1 നേരം പഴം കഴിക്കണം, 2ാമത്തെ നേരം കുറച്ച് പച്ചക്കറി കഴിക്കണം. അപ്പോൾ 2 സമയം കഴിയും, 2 നേരം, കാലത്ത് ഉച്ചയ്ക്കും കഴിഞ്ഞെന്ന് വിചാരിക്കുക. 3ാമത്തെ സമയം പച്ചക്കറി വേവിച്ച് കഴിക്കണം.
അപ്പോൾ 3 ടൈം കഴിഞ്ഞു. നാലാമത്തെ സമയത്ത് കുറച്ച് മുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേണം കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സാധാരണ ഭക്ഷണ രീതിയിലേക്ക് മെല്ലെ മെല്ലെ വരാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം വിഭാഗത്തിന് ഉള്ള എന്താ വെച്ചാൽ അവർക്കുള്ള ദോഷങ്ങൾ നമ്മൾ പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം നമുക്ക് മനുഷ്യന്മാരാണ്, ഏറ്റവും വലിയ വിവരമുള്ള ആൾക്കാരാണ്, ഭയങ്കര പഠിപ്പും ചന്ദ്രനിലും ഒക്കെ പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ നിസ്സാര കാര്യത്തിന് തീരെ വിവരമില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ല, ഞാനൊരു നമ്മുടെ എന്താ പറയുക, പൂച്ചയുടെ നായയുടെയൊക്കെ ഉദാഹരണം പറഞ്ഞ പോലെ നമുക്ക് അത്ര പോലും നമുക്കൊരു കഴിവില്ല. നമ്മുടെ ഈ ലോകത്ത് 24 ലക്ഷം ജീവജാലങ്ങളെന്നാണ് പറയണത്. ആംസോൺ കാടുകളത്തെ കാര്യങ്ങളൊന്നും ഇപ്പോഴും ശരിക്ക് കുറേ ജീവജാലങ്ങൾ ഇനി കണ്ടുപിടിക്കാണ്ടെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ 24 ലക്ഷം ജീവജാലങ്ങളിൽ ഈ മനുഷ്യൻ മാത്രമാണ് മരുന്ന് കഴിക്കുന്നത്. മനുഷ്യനോട് ബന്ധപ്പെട്ട ആട്, പശു, ആന, കുതിര അങ്ങനെ നിസ്സാരം. എന്തായാലും ഒരു 500 കൂടില്ല മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മരുന്ന് കഴിക്കുന്നവർ. ബാക്കിയൊക്കെ പ്രകൃതിപരമായിട്ടുള്ള രീതിയിലുള്ള ഉപവാസം, അവർ ദൈവം നിശ്ചയിച്ച അതേ രീതിയിലുള്ള ഭക്ഷണക്രമമാണ് അവർ കൊണ്ടു നടക്കുന്നത്. അവർക്ക് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പ്രസവിക്കാൻ ഓപ്പറേഷൻ ചെയ്യേണ്ട, BP ഇല്ല, ക്യാൻസർ ഇല്ല, ഇതൊന്നുമില്ല. നമ്മൾ വലിയ വിവരം കൂടിയിട്ട് നമ്മൾ എന്തായി, നമ്മൾ നിത്യരോഗിയായി. മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞ് നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് യാത്ര ചെയ്യണം അവിടേക്ക്. എന്താണ് ഇങ്ങനെ സംഭവിക്കണമെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഉപവാസത്തിൻ്റെ രീതിയെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞ് കൂടുതലായിട്ട് പിന്നെ വിശദീകരിക്കാം. നന്ദി, നമസ്കാരം.